നമസ്കാരം. എന്റെ പേര് രൂപ വർമ്മ. കേരള PSC പരീക്ഷകളിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന വിഭാഗത്തിൽ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സമയവും വേഗതയും ദൂരവും. എന്നാൽ ഉദ്യോഗാർത്ഥികളെ പരീക്ഷാ ഹാളിൽ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കുന്ന ഇതിന്റെ തന്നെ ഒരു സബ് ടോപ്പിക്കാണ് തീവണ്ടി കണക്കുകൾ. വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് വളരെ ഈസിയായി അറ്റൻഡ് ചെയ്യാവുന്നതേയുള്ളൂ. അതിനായി അത്യാവശ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്താണ് വേഗത എന്നാണ്. വേഗത എന്നാൽ ഒരു നിശ്ചിത ദൂരം നിശ്ചിത സമയത്തിനുള്ളിൽ കവർ ചെയ്യുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വേഗതയുടെ രണ്ട് സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾ കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡുമാണെന്ന് അറിയാം. എന്താണ് ഈ കിലോമീറ്റർ പെർ അവർ അഥവാ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു 5 കിലോമീറ്റർ പെർ അവർ എന്നതുകൊണ്ട് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ഒരു മണിക്കൂറിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കുന്നു. 37 മീറ്റർ പെർ സെക്കൻഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സെക്കൻഡ് 37 മീറ്റർ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. സോ ഇവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് പറയാം? വേഗത സമം ദൂരം ബൈ സമയം അല്ലെ? അങ്ങനെയെങ്കിൽ പലപ്പോഴായി ചോദ്യത്തിൽ ഒരു യൂണിറ്റും ഓപ്ഷൻസിൽ മറ്റൊരു യൂണിറ്റും തന്ന് വീണ്ടും ഉദ്യോഗാർത്ഥികളെ ആശയക്കുഴപ്പത്തിലാക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അതായത് ചോദ്യത്തിൽ കിലോമീറ്റർ പെർ അവറും ഓപ്ഷൻസിൽ മേ ബി മീറ്റർ പെർ സെക്കൻഡും, അല്ലെങ്കിൽ തിരിച്ചും ചോദ്യത്തിൽ മീറ്റർ പെർ സെക്കൻഡും ഓപ്ഷൻസിൽ കിലോമീറ്റർ പെർ അവറും. സോ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ കിലോമീറ്റർ പെർ അവറിന്റെയും മീറ്റർ പെർ സെക്കൻഡിനെയും കൺവേർട്ട് ചെയ്യാനാണ്. അത് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദാറ്റ് 1 കിലോമീറ്റർ പെർ അവർ, ഒരു കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 1 അവർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? ഒരു മണിക്കൂറിൽ 60 മിനിറ്റ്. ഈ ഓരോ മിനിറ്റിലും 60 സെക്കൻഡ്. സോ 60 × 60 3600 സെക്കൻഡ് അല്ലേ? സോ ഇതിനെ കുറച്ചും കൂടി മാത്തമാറ്റിക്കലി പ്രോബ്ലംസ് ചെയ്യാൻ കൺവീനിയൻസിന് വേണ്ടി ക്യാൻസൽ ഔട്ട് ചെയ്യാം. 1000 by 3600, 20 ക്യാൻസൽ ഔട്ട് ആയി പോയി. ബാക്കി 10/36. ഇതിനെ വീണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 5/18 അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി തിരിച്ച് 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതോ 18/5 കിലോമീറ്റർ പെർ അവർ ആണ്. അത്യാവശ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു യൂണിറ്റ് കൺവേർഷൻ ആണ് ഇത്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാനും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാനും. ഇനിയാണ് നമ്മൾ ആക്ച്വലി ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. ഈ ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് പൊതുവെ 4 കാറ്റഗറി ആയിട്ടാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി, when the train passes a pole, a post, a man or a tree, a stone, a bird, ഇങ്ങനെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടുത്തെ ദൂരം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ തന്നെയായിരിക്കും. എന്തായിരിക്കും? when a train passes through a pole, a post, a man or tree, a bird, ഒരു സ്റ്റോൺ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലുള്ള ഒരു തിങ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ തന്നെയായിരിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് when a train passes through a platform or tunnel. ഇത്ര നീളമുള്ള ഒരു ട്രെയിൻ ഇത്ര നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിലെയോ ടണലിലെയോ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ഓർ ടണൽ. അടുത്ത രണ്ട് കാറ്റഗറി എന്ന് പറയുന്നത് ട്രെയിനുകൾ തമ്മിൽ പരസ്പരം പാസ് ചെയ്ത് പോകുന്നതാണ്. ഈ ട്രെയിനുകൾ തമ്മിൽ പരസ്പരം പാസ് ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ ഏതൊരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവാം അല്ലെങ്കിൽ സെയിം ഡയറക്ഷൻ ആവാം. സോ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? തൊട്ടു മുമ്പ് പ്ലാറ്റ്ഫോം ഓർ ടണൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത്ര നീളമുള്ള ഒരു ട്രെയിൻ ഇത്ര നീളമുള്ള ഒരു ട്രെയിനിനെ പാസ് ചെയ്ത് പോകുന്നു. സോ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? ലെങ്ത് ഓഫ് ട്രെയിൻ 1 പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ 2 തന്നെയാണ്. എന്നാൽ അവിടുത്തെ സ്പീഡ് എന്താണ്? റിലേറ്റീവ് സ്പീഡ് ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ബസ്സിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ബസ് പോകുമ്പോൾ നമുക്കത് പെട്ടെന്ന് പോയ പോലെ ഫീൽ ചെയ്യും അല്ലെ? നേരെ മറിച്ച് നമ്മൾ ബസ്സിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സെയിം ഡയറക്ഷനിൽ മറ്റൊരു ബസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്യാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട്. സോ ഈ കേസുകളിലൊക്കെ റിലേറ്റീവ് സ്പീഡ് ആണ് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്പോസിറ്റ് വരുന്ന ബസ് പെട്ടെന്ന് പാസ് ചെയ്ത് പോയ പോലെ തോന്നി അല്ലെ? അതായത് അവിടെ റിലേറ്റീവ് സ്പീഡുകൾ എന്താ ചെയ്യുന്നത്? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ രണ്ട് സ്പീഡുകൾ തമ്മിൽ ആഡ് ആണ് ചെയ്യുന്നത്. So when two trains are passing through opposite direction, അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ 1 പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ 2 ആയിരിക്കും. എന്നാൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് സ്പീഡ് ഓഫ് ട്രെയിൻ 1 പ്ലസ് സ്പീഡ് ഓഫ് ട്രെയിൻ 2 ആയിരിക്കും. ഇനി ഇതേ കേസിൽ സെയിം ഡയറക്ഷനിലേക്ക് നമുക്ക് ആലോചിച്ച് നോക്കിയാലോ? when two trains are passing through the same direction, ഈ സെയിം ഡയറക്ഷനിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും?
ഡിസ്റ്റൻസ് തൊട്ട് മുമ്പ് പ്ലാറ്റ്ഫോം ടണൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത്ര നീളമുള്ള ട്രെയിനിനെ പാസ് ചെയ്ത് പോകുന്നു. സോ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ 1 പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ 2 തന്നെയാണ്. എന്നാൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ബസ്സിലെ കാര്യം ആലോചിച്ചാൽ സെയിം ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യാത്ത പോലെ തോന്നും. സോ ഇവിടെ എന്താ വരിക? സ്പീഡ് ഓഫ് ട്രെയിൻ 1 മൈനസ് സ്പീഡ് ഓഫ് ട്രെയിൻ 2. ഇതാണ് പ്രധാനപ്പെട്ട 4 കാറ്റഗറിയിൽ വരുന്നത്. സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാനും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാനുമുള്ള കൺവേർഷൻ നോക്കി. 4 ഡിഫറെന്റ് കാറ്റഗറിയിൽ വരുന്ന ചോദ്യങ്ങളും നോക്കി. നന്ദി, നമസ്കാരം.